പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഞാൻ ഷാഹുൽ തെക്കൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലോകൈക ഗുരു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിനമാണെന്ന് ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളും പ്രവാചകന്റെ ജന്മദിനത്തിൽ അനുസ്മരണ പരിപാടികളും പ്രവാചകന്റെ മദഹ് അപദാനങ്ങളൊക്കെ പാടിയും പറഞ്ഞും ഘോഷയാത്രയും ഒക്കെ വളരെ ഭക്തിസാന്ദ്രമായ രീതിയിൽ പോകുമ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു. എനിക്ക് തോന്നുന്നു ആ വീഡിയോനകത്തുള്ള കുട്ടികളുടെ അവർ ചിന്തിക്കാതെ ഇത് പ്രവാചകന്റെ ജന്മദിനമാണ്, അത് ഇങ്ങനെയല്ല നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്, മറിച്ച് നമ്മളിൽ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കണമോ എന്ന തിരിച്ചറിവില്ലാതെ ചെയ്യുന്ന ഒരു വീഡിയോസ്, അതും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതായിട്ടാണ് ഞാൻ കണ്ടത്. വലിയ പ്രയാസം തോന്നി. ഒരു തരത്തിലും വകവെച്ചു കൊടുക്കാൻ കഴിയാത്ത വിധത്തിലാണ് അവരുടെ ആ ഒരു വീഡിയോയിൽ കാട്ടിക്കൂട്ടുന്നത്. ഏതായാലും കണ്ടു വരാം. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ആവേശത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ്. പക്ഷെ പുണ്യപ്രവാചകനോട് സ്നേഹം കാണിക്കുന്നത് ഇത്തരത്തിൽ DJ പോലെയും കൊടികൾ ഉയർത്തിയും പാട്ടും ഡാൻസ് ഒപ്പം അതിനോടൊപ്പം താളം ഒത്ത് ഇങ്ങനെ കളിക്കുന്ന ഒരു രീതിയല്ല. എല്ലാത്തിനും ഒരു ചിട്ടവട്ടമുണ്ട്. അത് മാറ്റിമറിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് ഇതുപോലൊക്കെ ചെയ്തു കൊടുത്ത് അടിക്കാനുള്ള ഒരു വടിയാക്കി നിങ്ങൾ കൊടുക്കരുത് എന്ന് പ്രിയപ്പെട്ട ജ്യേഷ്ഠാഞ്ജന്മാരോട്, സുഹൃത്തുക്കളോടും മക്കളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ ബേക്കിലുള്ള കൊടി ഞാൻ മനസ്സിലാക്കിയപ്പോൾ EK വിഭാഗത്തിന്റെ സംസ്ഥയുടെ കൊടിയായിട്ടാണ് എനിക്കത് കാണപ്പെടുന്നത്. അതോടൊപ്പം പച്ച ഷാള് പോലത്തതെല്ലാം പുതച്ചിട്ടാണ് അവരിങ്ങനെ ഡാൻസ് കളിക്കുന്നത്. ഏതായാലും ഏത് പ്രദേശത്താണോ എന്താണെന്നോ നമുക്കറിയില്ല. അവിടെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞ് അവരെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതൊന്നും പ്രവാചകനോടുള്ള സ്നേഹത്തിൽപ്പെട്ടതൊന്നുമല്ല. ഇത് നിങ്ങൾ വെറുതെ എൻജോയ്മെന്റ്, ചാടിക്കളിക്കുക, തുള്ളിക്കളിക്കുക. പ്രവാചകനോട് ഇങ്ങനെ ഒന്നല്ല ഇഷ്ടം കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മളോട് ആർക്കും വെറുപ്പ് തോന്നരുത് കേട്ടോ. ഇത് കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിത് കണ്ടിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. പറയുന്ന ആളുകളെ കുറ്റക്കാരനും പ്രശ്നക്കാരനും ഒക്കെ ആക്കി തീർക്കുക, അല്ലെങ്കിൽ അയാളെ എന്താണ് പറയുക, പുലഭ്യം പറയുക, അസഭ്യം പറയുക, തെറിയഭിഷേകം നടത്തുക, ഇതൊരു ട്രെൻഡായി മാറിയിരുന്നു. നമ്മളൊരു വിഷയം പൊതുവേദിയിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നടക്കുന്ന ചില സംഗതികളെക്കുറിച്ച് നമ്മുടേതായ രീതിയിൽ പറയാൻ ശ്രമിക്കുമ്പോൾ അനുവദിക്കുന്നില്ല. അപ്പോഴത്തേക്കും തെറിയുമായിട്ട് വരികയാണ് കുറേ ആളുകൾ. അത് പല ഗണത്തിൽപ്പെട്ടവരുണ്ട്. അത് യുക്തിവാദിയുണ്ട്, നിരീശ്വരവാദിയുണ്ട്, അപ്പുറത്തെ മതക്കാരുണ്ട്, എത്തിച്ച് നോക്കുന്നവരുണ്ട്. അങ്ങനെ തുടങ്ങി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വഹാബി, മൗദൂദി, സലഫി ആശയക്കാരുണ്ട്. ഇങ്ങനെ കച്ചകെട്ടി കുറേ ആളുകളുണ്ട്. അപ്പോൾ നമ്മളിത് പറയാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവിടുന്ന് ഇവിടെ നിന്നെല്ലാം ചാടി വന്ന് നീ ആരടാ, പിന്നത്തെ കഥ ഒന്നും പറയണ്ട, അവരെന്താണോ പഠിച്ചത്, അവരെ എന്താണോ പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ചതും പഠിച്ചതും വന്ന് എഴുതുകയാണ്. ഒരു തരത്തിലുമുള്ള മാന്യത പുലർത്താതെയാണ് അത്തരം പ്രയോഗങ്ങളും അഭിപ്രായങ്ങളും എഴുതിക്കൊണ്ടിരിക്കുന്നത്.